ഒന്നോ രണ്ടോ അല്ല, കഴിഞ്ഞ 9 വർഷം കൊണ്ട് 4000-ഓളം കുട്ടികളാണ്, ഇത് കുട്ടികളാണ് നമ്മളുടെ കേരളത്തിൽ നിന്ന് മിസ്സായിട്ടുള്ളത്. ആർക്കെങ്കിലും ശബ്ദം ഉയർത്താൻ ധൈര്യമുണ്ടോ? ആ ശബ്ദം ഉയർത്തുന്നവന് എന്തിന് ഈ ശബ്ദം ഉയർത്തുന്നു ചോദിക്കാനുള്ള അധികാരം നിങ്ങൾക്ക് എന്താണുള്ളത്? നീ 4000-ഓളം കുട്ടികൾ, പല ആളുകളുടെയും അമ്മമാരും അച്ഛന്മാരും ഇന്ന് കണ്ണീരൊഴുക്കി രാത്രി ഉറക്കം കിട്ടാത്ത രീതിയിൽ കിടന്നുറങ്ങുക. ആ സമയത്ത് ഒരാൾ ശബ്ദം ഉയർത്തി വരുമ്പോൾ നിങ്ങൾ എന്തിന് ചോദിക്കാൻ വരുന്നു എന്ന് ചോദിക്കാനുള്ള അധികാരം, അല്ലെങ്കിൽ ആ ചോദ്യം ചോദിക്കാനുള്ള ധൈര്യം എവിടുന്നാണ് നിങ്ങൾക്ക് വരുന്നത്? സത്യം പറയാലോ, ഞാൻ നല്ലൊരു ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് ദിവസങ്ങളായി, നല്ലൊരു ഉറക്കം ഉറങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി. ഞാനൊരു വിഷയത്തിൽ ഇറങ്ങിയാൽ ഇങ്ങനെയാണ്, അതാണ് പ്രശ്നം. അതായത് ഞാൻ പറയട്ടെ, മനുഷ്യത്വം എന്ന് പറഞ്ഞ സാധനം വേണം മനുഷ്യരുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരു മനുഷ്യത്വം എന്ന് പറഞ്ഞ സാധനം വേണം. എൻ്റെ മുന്നിൽ ഒരു വിഷയം വരികയാണെങ്കിൽ ഞാൻ അത് എൻ്റെ വീട്ടിലെ വിഷയമായിട്ടാണ് ഞാൻ അതിനെ കാണാറ്. ഒരാളെ പ്രയാസം എന്ന് പറയുന്നത് അത് എൻ്റെ വീട്ടിലെ പ്രയാസമായിട്ടാണ് കാണും. കഴിഞ്ഞ പ്രാവശ്യം ഇവരെ കണക്ക് പ്രകാരമാണെങ്കിൽ ഒരു മുസ്ലിം ആയ ഒരുത്തനെ, ഒരു ഹിന്ദു ആയ ഒരുത്തനെ രക്ഷിച്ചതാണെങ്കിൽ അത് പ്രശ്നമില്ല, പോട്ടെ. ഇപ്പോഴത്തെ പ്രശ്നം എന്താ? ഒരു ഹിന്ദു വിഷയത്തിൽ ഒരു മുസ്ലിം ഇടപെട്ട് ഈ രീതിയിൽ എന്താക്കുകയാണ് ഇതിനെ. ഞങ്ങളെ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്? ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന വ്യക്തികളാണ് ഗൗരി ലങ്കേഷ്, കൽബുർഗി. ഇവരൊക്കെ കൊല ചെയ്യപ്പെട്ടതാണ്. അത് ഈ വിഷയത്തിന്റെ ഒരു ഭാഗമാണത്. ശിരൂർ വിഷയത്തിൽ പല മാധ്യമങ്ങളും ചന്ദനമടക്കം കടത്തിയെന്ന് പറഞ്ഞല്ലോ. ആ ചന്ദനങ്ങളൊക്കെ കൊണ്ടുവന്നാണ് നിങ്ങളൊക്കെ. അതായത് ശിരൂർ വിഷയത്തില് അർജുന്റെ ബോഡി കിട്ടിയതിനു ശേഷം ആരെങ്കിലും രംഗത്ത് വന്നോ? ഈ പറഞ്ഞ അപവാദങ്ങളും ഒക്കെ അവിടെ കിടന്നില്ലേ? ഇന്ത്യ ഈസ് മൈ കൺട്രി, ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. അവിടെ എവിടെയും എന്താ അത് മാറ്റണം. എന്താ പറയാ, പാഠപുസ്തകത്തിൽ ആ കാര്യം മാറ്റിയിട്ട് ഇന്ത്യ ഈസ് മൈ കൺട്രി, ഓൾ ഇന്ത്യൻസ് ആർ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ ആക്കണം. വി ആർ ഡിവൈഡഡ് എന്നും കൂടി ആക്കണം കൈയാണെന്നുണ്ടെങ്കിൽ. നിമിഷ വിഷയത്തിൽ ഇത്തരം നമ്മുടെ കേരളത്തില് കുറെ സാമൂഹ്യ ദ്രോഹികളുണ്ട് എന്ന് നമുക്ക് മനസ്സിലായത്. കാര്യം നിമിഷ വിഷയത്തിൽ തലാലിന്റെ ചേട്ടനെ മെയിൽ ഐ ഡി തെരഞ്ഞു പിടിച്ച് അറബിയിൽ കൺവേർട്ട് ചെയ്ത്, അത് മനസ്സിലാക്കണം, അറബിയിൽ കൺവേർട്ട് ചെയ്ത് ഇവിടുന്ന് നിമിഷയെ വിടരുത്, അവിടെ കൊലക്കുറ്റം ചെയ്യണം. വൃത്തികെട്ട മനുഷ്യന്മാർ, അതായത് മനസ്സിനുള്ളിൽ വൃത്തികെട്ട മനുഷ്യന്മാരുണ്ട്. അതുപോലെ തന്നെ അതിന് ഇറങ്ങി പുറപ്പെട്ട AP ഉസ്താദിനെ എന്തൊക്കെ പറഞ്ഞു? ആവശ്യമുണ്ട്, അത് വേറെ വിഷയമുണ്ട്. അതായത് AP ഉസ്താദ്, കാന്തപുരം AP ഉസ്താദ് മുഖേന ഈ സംഭവത്തിന്, കേസിന് വല്ല റിലീസ് ആവുകയാണെങ്കിൽ പല ആളുകൾക്കും നാണക്കേടാണ്. ഇപ്പൊ ABC മലയാളം അടക്കം പറയുന്നത്, അവരൊക്കെ പറയുന്നത് നിങ്ങളൊക്കെ ഈ സ്റ്റുഡിയോയിൽ ഇരുന്ന് തള്ളിയാ പോരാ, നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങൾ ആ ധർമ്മസ്ഥലം ഒന്ന് പോയി സന്ദർശിച്ച് അവിടെ 2-3 വാർത്തകൾ പറയണം. നിങ്ങൾക്ക് ബോധം എന്നുള്ളൊരു സാധനം ഉണ്ടെങ്കിൽ, സ്വബോധത്തിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുന്ന കമന്റിന് താഴത്ത് നോക്കിയാൽ മതി. കാര്യം നമസ്കാരം. ഷിരൂരില് അർജുനെ തിരിച്ചു കിട്ടണമെന്ന് പറഞ്ഞാണ് മനാഫ്, ലോറിയുടെ ഉടമ കൂടിയായ മനാഫ് ഇറങ്ങിത്തിരിക്കുന്നത്. അതിൽ തന്നെ അതിന്റെ പ്രവർത്തനത്തിൽ പകുതി വെച്ച് വലിയ രീതിയിലേക്ക് പല ചാനലുകളും അദ്ദേഹത്തെ കയറി ആക്രമിച്ചു. ഇന്നിതാ ധർമ്മസ്ഥല വിഷയവുമായി ബന്ധപ്പെട്ട് എന്തിന് മനാഫ് അതിൽ ഇടപെടുന്നു എന്നുള്ള ചോദ്യങ്ങളാണ് ഉയർന്നു വരുന്നത്. കൃത്യമായ രീതിയിലേക്ക് മറുപടി കൊടുക്കേണ്ടതുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്, അതായത് പല ചാനലുകളും മനാഫ് എന്തിന് ഇത്തരം വിഷയങ്ങൾ ഇടപെടുന്നു എന്നുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. ഞാൻ നേരിട്ട് മനാഫ് നമ്മൾ കൂടി ഇരിക്കുകയാണ്. എന്തിനാണ് നിങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടുന്നത്? തീർച്ചയായിട്ടും ഞാൻ ജീവിക്കുന്നത് ഒരു സ്വതന്ത്ര ഇന്ത്യയിലാണ്. ഈ രാജ്യത്ത് ആർക്കും എല്ലാ വിഷയത്തിനും സ്വാതന്ത്ര്യമുണ്ട്. അതായത് ഞാൻ പറയട്ടെ, മനുഷ്യത്വം എന്ന് പറഞ്ഞ സാധനം വേണം മനുഷ്യരുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരു മനുഷ്യത്വം എന്ന് പറഞ്ഞ സാധനം വേണം. സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ ആരുടെയെങ്കിലും, ഈ കാണുന്ന പ്രേക്ഷകരുടെ ആരുടെയെങ്കിലും വീട്ടിൽ ഇങ്ങനത്തെ ഒരു ദാരുണമായ ഒരു സംഭവം നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെ എന്താക്കണം, മറ്റുള്ളവർ മുന്നിൽ എത്തിക്കണം എന്നുള്ളൊരു വെമ്പലുണ്ടാവും. പക്ഷേ പല ആളുകൾക്കും ഇന്നും അതിനുള്ള ഒരു ധൈര്യമില്ല, ഒരു എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കപ്പാസിറ്റി ഇല്ല, അല്ലെങ്കിൽ അതിനുള്ള സോഴ്സ് ഇല്ല. പക്ഷെ ഇന്ന് കേരളത്തിൽ ഈ വിഷയങ്ങളിലൊക്കെ സോഴ്സും ധൈര്യവും അതിനൊക്കെ ഉള്ള ഒരു കപ്പാസിറ്റി ഇന്ന് എനിക്കുണ്ട്. ഇത് കേരളത്തിലെ ജനങ്ങൾ തന്നതാണ്. എനിക്ക് അതിനുള്ള ഒരു മാധ്യമ സ്വന്തമായിട്ട് കേരളത്തിലെ ജനങ്ങൾ തന്നിട്ടുണ്ട്. ഞാൻ അതിലൂടെ എൻ്റെ കാര്യങ്ങൾ, പാവപ്പെട്ടവരുടെ വിഷമങ്ങൾ, പ്രയാസങ്ങൾ, അവർക്ക് നീതി കിട്ടാത്ത വിഷയങ്ങൾ ഞാൻ തീർച്ചയായിട്ടും സംസാരിച്ചും കൊണ്ടേക്കും. എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നത്, ഞാൻ ചോദിക്കട്ടെ, ഞാൻ ചെറുപ്പം മുതലേ ഞങ്ങളെല്ലാവരും, ബാബു അടക്കമുള്ള ആളുകൾ തീർച്ചയായിട്ടും പഠിച്ചിട്ടുണ്ടാവും. ഇന്ത്യ ഈസ് മൈ കൺട്രി, ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, അല്ലേ? ഇത് പഠിച്ചിട്ടുണ്ടെങ്കിലും ഇത് വെറും പാഠപുസ്തകത്തിൽ മാത്രം ഒതുക്കേണ്ട ഒരു വിഷയമല്ലല്ലോ. ജീവിതത്തിൽ പകർത്തണം എന്ന് വിചാരിച്ചിട്ടായിരിക്കുമല്ലോ ഇത് ആ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക. ഇവിടെ ഒരു വിഷയം,
ഒരാൾ വന്നിട്ട്, ഒരു ശുചീകരണ തൊഴിലാളി വന്നിട്ട് പറയാണ്, ഞാൻ ഒരുപാട് നൂറുകണക്കിന് ആയിരത്തിൻ്റെ അടുത്ത് ആളുകളെ ഞാൻ ഇങ്ങനെ കുഴിച്ചിടപ്പെട്ടിട്ടുണ്ട്, ഇത് ഞാൻ കാണിച്ചു തരാൻ തയ്യാറാണ്, എന്തുകൊണ്ട് കുഴിക്കാൻ നമ്മളാളുകൾ തയ്യാറല്ല. ഈ വിഷയം സൗജന്യ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി 2012 കൊല്ലം ചെയ്യപ്പെട്ട ഒരു വിഷയമാണ്. അന്ന് മുതൽ ഇതിന്റെ പിന്നിൽ ആളുകൾ പോരാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പല ആളുകളും ഇന്ന് ആ പോരാട്ടത്തിലുള്ള ആളുകൾ ജീവനോടില്ല. എന്നിട്ടും ആ പോരാട്ടം മുന്നോട്ട് പോയിക്കൊണ്ട് 2025 മുതലാണ് ഞാൻ ഇതിൽ എൻ്റർ ചെയ്യുന്നത്. ഇന്നത്തെ ദിവസം ഇത് എവിടെ എത്തിയിട്ടുണ്ട്? ചെയ്യാനുള്ള കഴിവുണ്ടാവണം. അർജുൻ എന്ന് പറഞ്ഞ ഒരു സാധാരണ ഒരു ലോറി ഡ്രൈവർ ഇന്ന് എല്ലാ ലോകത്ത് എവിടെയൊക്കെ ഉണ്ട് മലയാളികൾ, അവരുടെ നെഞ്ചിൽ ഇന്ന് ഒരു സ്ഥാനം അർജുൻ എന്താ അറിയപ്പെടുന്ന ഏതെങ്കിലും ഒരു ഇതായിരുന്നു അല്ലല്ലോ. അത് എത്തിക്കണം എന്നുണ്ടെങ്കിൽ അത് എത്തിക്കേണ്ട ഒരു രൂപങ്ങളുണ്ട്. നമ്മൾ എന്താക്കണം എന്ന് പറഞ്ഞാൽ മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാനും, ഒരു വിഷയം ഞങ്ങളെ മുന്നിൽ വരികയാണ്, പിന്നെ മുന്നിൽ ഒരു വിഷയം വരികയാണെങ്കിൽ ഞാൻ അത് എൻ്റെ വീട്ടിലെ വിഷയമായിട്ടാണ് ഞാൻ അതിനെ കാണാറ്. ഒരാളെ പ്രയാസം എന്ന് പറയുന്നത് അത് എൻ്റെ വീട്ടിലെ പ്രയാസമായിട്ടാണ് കാണാം. അപ്പോഴേ നമുക്ക് എന്താകാൻ കഴിയുള്ളൂ, ആ വിഷയത്തിൽ ആത്മാർത്ഥത കാണിക്കാൻ കഴിയുള്ളൂ, ആ വിഷയത്തിനൊരു എന്താ പറയുക നല്ലൊരു സമാപ്തി ഉണ്ടാക്കാൻ കഴിയുള്ളൂ. ഞാൻ എന്തിനു പുറപ്പെട്ടു? ഞാൻ പോയി കണ്ട സമയത്ത് പല ആളുകളും അതിൽ നീതി കിട്ടാതെ വലിയ ആളുകൾ. ഒരു കാര്യം മനസ്സിലാക്കണം, ഈ വിഷയത്തിൽ അറിയപ്പെടുന്ന വ്യക്തികളാണ്, ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന വ്യക്തികളാണ് ഗൗരി ലങ്കേഷ്, കൽബുർഗി. ഇവരൊക്കെ കൊല ചെയ്യപ്പെട്ടതാണ്. അത് ഈ വിഷയത്തിന്റെ ഒരു ഭാഗമാണത്. ഇത്തരത്തിലുള്ള ജീവന് ഭീഷണിയുള്ള ഒരു വിഷയത്തിൽ കൽബുർഗിയൊക്കെ ഇതേ വിഷയത്തിൽ ബന്ധപ്പെട്ടാണോ മരണപ്പെട്ടത്? ഇതിന്റെ അനുബന്ധ കാര്യങ്ങളിലാണ് കൊല ചെയ്യപ്പെടുന്നത്. ഇതിനെതിരെ സംസാരിച്ചത് കൊണ്ടാണ്, എഴുതിയത് കൊണ്ടാണ് അവർ കൊല ചെയ്യപ്പെടുന്നത്. ഇത്തരത്തിലുള്ള ഇന്നും അത്ര പവർഫുൾ ആയിട്ട് ഇന്ത്യ മൊത്തം ഏറ്റെടുത്ത വിഷയങ്ങളാണ് ഈ രണ്ട് വിഷയങ്ങൾ. ഈ വിഷയങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു ഇത് കിട്ടിയിട്ടുണ്ടോ? ഇല്ലല്ലോ. അതായത് സാധാരണ ഈ ഇപ്പോ കർണാടകക്കാരൊക്കെ പറയുന്നത്, നിങ്ങൾ കമന്റുകൾ നോക്കിയാൽ മനസ്സിലാവും, കർണാടകക്കാർക്ക് തന്നെ കമന്റ് ഇടാൻ പോലും പേടിയാണ് അല്ലെ. നിങ്ങൾ ഇതിൽ ഇടപെട്ട് താങ്ക്സ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ആരും ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന രീതിയിലേക്ക് വന്നിട്ടില്ല. അതായത് ഇന്നലെ ഞങ്ങളുടെ യാത്രയിൽ ശ്രദ്ധയിൽപ്പെട്ട ഒരു വിഷയം, ABC മലയാളം എന്ന ഒരു ചാനലില്, അപ്പോൾ ആ ചാനലിന്റെ അവതാരകൻ, പ്രത്യേകിച്ച് അവതാരകനോടും അത് അഭിപ്രായം പറഞ്ഞ ആളോടും രണ്ടുപേരും എനിക്ക് വ്യക്തിപരമായിട്ട് അറിയില്ല, അവരുടെ പ്രോഗ്രാമുകൾ വരാറുണ്ട്. അപ്പോൾ അവരോട് പറയാനുള്ളത്, മനാഫ് എന്നുള്ള വ്യക്തി ഒരു ഫ്രോഡാണെന്നും പച്ചയ്ക്ക് പറയുന്നുണ്ട് അതിൽ. അതായത് ഫ്രോഡാണെന്നും അർജുൻ വിഷയത്തിൽ പണപ്പിരിവ് നടത്തി എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഈ മാധ്യമ പ്രവർത്തനായ ഒരാളോട്, അതായത് ജനങ്ങളുടെ, ഞാൻ പൊതുവെ ഈ വാട്സപ്പ് ചാറ്റ് കൂടുതൽ ചെയ്യാത്തൊരു വ്യക്തിയാണ്, ഒരു ഗ്രൂപ്പിൽ ഞാൻ ചാറ്റ് ചെയ്യാറില്ല. അതായത് ഒരേ സമയം ആയിരക്കണക്കിന് ആളുകളോട് സംസാരിക്കണം എന്ന് മനസ്സുറപ്പിച്ച ആളുകളാണ് നമ്മളൊക്കെ. അപ്പോൾ ആ ഒരു ആങ്കറോട് പറയാനുള്ളത്, ഒരു വിഷയം പഠിച്ചു വേണം ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ അല്ലെ. ഒരു വിഷയത്തെ കുറിച്ച് അറിഞ്ഞിട്ട് വേണം ജനങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ. അതായത് കാരണം നിങ്ങൾ പറയുന്ന വാക്കുകൾ ആയിരക്കണക്കിന് ആളുകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. മനാഫ് ഫ്രോഡാണെന്നോ മനാഫ് പണം പിരിച്ചു എന്നുള്ള തെളിവില്ലെങ്കിൽ ഒരിക്കൽ പോലും അത്തരം വാർത്തകൾ പുറത്തുവിടരുത്. കാര്യം അത് നിങ്ങൾ തെറ്റ് പറ്റി എന്ന് പറയണം. കാര്യം ഒരു മാധ്യമ പ്രവർത്തനത്തിന്റെ രീതിയിലേക്ക് തെറ്റുപറ്റി എന്ന് പറയണം. മനാഫ് പണം പിരിച്ചിട്ടില്ല എന്ന് പലതവണ പല മാധ്യമങ്ങളിലും തെളിവടക്കം വന്നതാണ്. മനാഫിനെതിരെ ആരോപണം വന്നതാണ്. ആ ആരോപണം വരെ സത്യാവസ്ഥയാണെന്ന് വാർത്ത വായിക്കുന്ന രീതിയിലേക്ക് നിങ്ങൾ എന്താണ് പറയാ എന്നുള്ളതാണ്. ഞാനൊരു മാധ്യമ പ്രവർത്തന, ഞാൻ നിങ്ങൾക്കെതിരെ വാർത്ത മോശമായി കൊടുത്താൽ പോലും നിങ്ങൾ തിരിച്ച് എന്നോട് പറയണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഞാൻ ഈ ഒരു വിഷയത്തിൽ ആദ്യമായിട്ടാണ്, അതായത് സാമൂഹ്യ പ്രവർത്തനം എന്ന് പറയുന്നത് പെട്ടെന്ന് ഒരു ദിവസം സുപ്രഭാതത്തിൽ ഉണ്ടായതല്ലോ. അല്ല, അത് എനിക്കറിയാം. പക്ഷെ ഞാൻ പറയുന്നത്, കഴിഞ്ഞ തവണ മനാഫിനെ ആക്രമിക്കുന്ന രീതിയിലേക്ക്, അത്തരം രീതിയിലേക്ക്, മനാഫിനെ വളരെ മോശമായ രീതിയിലേക്ക് എന്താണ് ഞാൻ ചോദിക്കേണ്ടത്? അതായത് ശിരൂർ വിഷയത്തിൽ പല മാധ്യമങ്ങളും ചന്ദനമടക്കം കടത്തിയെന്ന് പറഞ്ഞല്ലോ. ആ ചന്ദനങ്ങളൊക്കെ കൊണ്ടുവന്നായിരുന്നു നിങ്ങളൊക്കെ. അതായത് ശിരൂർ വിഷയത്തിൽ അർജുന്റെ ബോഡി കിട്ടിയതിനു ശേഷം ആരെങ്കിലും രംഗത്ത് വന്നോ? ഈ പറഞ്ഞ അപവാദങ്ങളും ഒക്കെ അവിടെ കിടന്നില്ലേ? അപവാദങ്ങൾ മൊത്തം അവിടെ കിടന്നില്ല. അത് എന്തെങ്കിലും മാറ്റം വരുത്തിയോ? നിങ്ങൾ ആരെങ്കിലും അപവാദം പറഞ്ഞ വീഡിയോ വരെ റിലീസ് ചെയ്തോ? ഞാൻ പറയുന്നത് തെറ്റായിരുന്നു എന്ന് വിചാരിച്ച് ഒരൊറ്റ വീഡിയോ പോലും എടുത്തു? അതും ചാനൽ ചർച്ചകൾ നടത്തിയ ആളുകളാ. ചാനലിൽ ഇരുന്നിട്ട് 1 കോടി റുപ്യ ഞാൻ ദർജന് കൊണ്ടുവരാന്ന് പറഞ്ഞപ്പം അതിന്റെ മുമ്പേ വന്ന അലിഗേഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
മനാഫ് ആ ലോറി ഉടമ എന്തിനാ അവിടെ നിൽക്കേണ്ട ആവശ്യം? അദ്ദേഹത്തിന് അവിടുന്ന് വിട്ടുമാറാതെ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകള് പിന്നീട് ഞാൻ പറഞ്ഞു ഈ ഡ്രഡ്ജർ കൊണ്ടുവരാൻ ഗവൺമെന്റിന് തയ്യാറല്ല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു 1 കോടി റുപ്യ ഞങ്ങൾ കൊണ്ടുപോയി തരാം, വീട് വിറ്റിട്ടായാലും കൊണ്ടുപോയി കൊടുക്കാന്ന് പറഞ്ഞപ്പോ പറയാണ് 1 കോടിയിൽ കൂടുതൽ വിലയുള്ള എന്തോ ഒന്നുണ്ടെന്ന് ഇപ്പോഴും മനസ്സിലായി എന്നാണ്. ഇതാണ് നമ്മുടെ സമൂഹം. ഇപ്പൊ ഈ ആളുകളൊക്കെ ഒക്കെ വായടച്ച് മിണ്ടാതെ നിന്ന് ഈ ധർമ്മസ്ഥല വിഷയത്തിൽ വീണ്ടും തല പൊന്തിച്ചു വരികയാണ്. ഇപ്രാവശ്യത്തെ കാർഡ് എന്താ? കഴിഞ്ഞ പ്രാവശ്യം ഒരു ഇവരെ കണക്ക് പ്രകാരമാണെങ്കിൽ ഒരു മുസ്ലിം ആയ ഒരുത്തനെ ഒരു ഹിന്ദു ആയ ഒരുത്തനെ രക്ഷിച്ചതാണെങ്കിൽ അത് പ്രശ്നമില്ല, പോട്ടെ. ഇപ്പത്തെ പ്രശ്നം എന്താ? ഒരു ഹിന്ദു വിഷയത്തിൽ ഒരു മുസ്ലിം ഇടപെട്ട് ഈ രീതിയിൽ എന്താക്കാണ് ഇതിനെ? ഞങ്ങളെ ഈ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്? ഞാൻ ചോദിച്ചില്ല, മുന്നേ ചോദിച്ചമാര് ഇന്ത്യ ഈസ് മൈ കൺട്രി, ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. അവിടെ എവിടെയും എന്താ അത് മാറ്റണം. എന്താ പറയാ, പാഠപുസ്തകത്തിൽ ആ കാര്യം മാറ്റിയിട്ട് ഇന്ത്യ ഈസ് മൈ കൺട്രി, ഓൾ ഇന്ത്യൻസ് ആർ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ആക്കണം. വി ആർ ഡിവൈഡഡ് എന്നും കൂടി ആക്കണം കൈയാണെന്നുണ്ടെങ്കിൽ. എന്താ ഇവർ ഇതിനെ കൊണ്ടുപോയി? ഇത് സമൂഹം മനാഫ്ക ഇന്നത്തെ സമൂഹം അതാണ് ആഗ്രഹിക്കുന്നത്. അതായത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവര് പണിയെടുക്കുന്ന ആളുകളെ പണിയെടുക്കാൻ സമ്മതിക്കത്തില്ല. ഇല്ല. നിമിഷ വിഷയത്തില് ഇത്തരം നമ്മുടെ കേരളത്തില് കുറെ സാമൂഹ്യ ദ്രോഹികളുണ്ട് എന്ന് നമുക്ക് മനസ്സിലായതാ. കാര്യം നിമിഷ വിഷയത്തില് തലാലിന്റെ ചേട്ടനെ മെയിൽ ഐ ഡി തെരഞ്ഞു പിടിച്ച് അറബിയിൽ കൺവേർട്ട് ചെയ്ത്, അത് മനസ്സിലാക്കണം, അറബിയിൽ കൺവേർട്ട് ചെയ്ത് ഇവിടുന്ന് നിമിഷയെ വിടരുത്, അവിടെ കൊലക്കുറ്റം ചെയ്യണം, അല്ലെങ്കിൽ കൊലക്കുറ്റം നടപ്പിലാക്കണം എന്ന് പറഞ്ഞ വൃത്തികെട്ട മനുഷ്യന്മാര്, അതായത് മനസ്സിനുള്ളിൽ വൃത്തികെട്ട മനുഷ്യന്മാരുണ്ട്. അതുപോലെ തന്നെ അതിന് ഇറങ്ങി പുറപ്പെട്ട AP ഉസ്താദിനെ എന്തൊക്കെ പറഞ്ഞു? അത് വേറെ വിഷയമുണ്ട്. അതായത് AP ഉസ്താദ്, കാന്തപുരം AP ഉസ്താദ് മുഖേന ഈ സംഭവത്തിന് കേസിന് വല്ല റിലീസ് ആവുകയാണെങ്കിൽ പല ആളുകൾക്കും നാണക്കേടാണ്. അതായത് മതം പറഞ്ഞു നിൽക്കുന്ന പല ആളുകൾക്കും നാണക്കേടാണ്. അതായത് മറ്റ് സമുദായക്കാരൻ വേണ്ടി വന്നു നമ്മളെ ആരെങ്കിലും ഒരു കാര്യം പറയാം, നമ്മുടെ കൂട്ടത്തിൽ നടക്കുന്ന പല ആളുകളുണ്ട്, ഹിന്ദു ആണോ മുസ്ലിം ആണോ ക്രിസ്ത്യൻ ആണോ നമ്മൾ നോക്കാറുണ്ടോ? ഒരു നിമിഷം ആലോചിക്കാറുണ്ടോ? ഭക്ഷണം കഴിക്കുമ്പോൾ ആലോചിക്കാറുണ്ടോ? നമ്മളെടാ ഭക്ഷണം കഴിച്ചോന്നല്ലേ നമ്മൾ ഈ നാടിനെ ഏത് കോണിലേക്കാണ്, ഏത് തരത്തിലേക്കാണ്, ഏത് കഴത്തിലേക്കാണ് തള്ളിയിടാൻ പോകുന്നത് ഈ സമൂഹത്തിനെ? നമ്മൾ എന്താണ് പഠിക്കേണ്ടത്? ഞാൻ ചോദിക്കാണ്, എവിടെ നിന്നാണ് ഈ കൊണ്ടുവരുന്നത്? ഞാൻ ആലോചിച്ചു ഈ വിഷയത്തിൽ എവിടാണ് അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുള്ളത്? ധർമ്മസ്ഥല വിഷയത്തില് ഇത് കൊണ്ടുവരുന്നത് ഞാൻ അത്ഭുതപ്പെട്ടു. ഇപ്പൊ നമ്മുടെ ധർമ്മസ്ഥല വിഷയത്തില് അന്ന് ഈ രാത്രി ഭീഷണിയുമായി വന്ന സമയത്ത് നമ്മൾ ക്രിസ്ത്യനായ ഒരാളെ രക്ഷിക്കുന്നത്. അതെ, നമ്മൾ രക്ഷിച്ചുകൊണ്ടുപോകുന്നത്. അതായത് 4 പേരിരിക്കാവുന്ന 3 പേരിരിക്കാവുന്ന സ്ഥലത്ത് 4 പേര്, ഞാനടക്കം കഷ്ടിച്ച് നിങ്ങളടക്കം കഷ്ടിച്ച് ഇരുന്നിട്ടാണ് 6 പേര് വാഹനത്തിൽ യാത്ര ചെയ്ത് അനീഷ് ജോയിയെ തിരിച്ച് നമ്മൾ 200-250 കിലോമീറ്റർ യാത്ര ചെയ്യുന്നത്. 4 മണിക്കൂർ ഈ ആളുകൾക്കൊക്കെ നിർദ്ദേശം എന്തായിരുന്നു പറഞ്ഞു കഴിഞ്ഞാല്, വാഹനത്തിൽ നിന്ന് പുറപ്പെട്ട വാഹനം 4 മണിക്കൂർ കണ്ടിന്യൂസ് യാത്ര, മൂത്രമൊഴിക്കാനുള്ള സൗകര്യം കൊടുത്തിട്ടില്ല, ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം കൊടുത്തിട്ടില്ല. ഞങ്ങൾ അത്രയും രീതിയിലേക്കാണ്. അതായത് നിങ്ങൾ ആലോചിക്കേണ്ട വിഷയം, ഇപ്പൊ ABC മലയാളം അടക്കം പറയുന്നത്, അവരൊക്കെ പറയുന്നത് നിങ്ങളൊക്കെ ഈ സ്റ്റുഡിയോയിൽ ഇരുന്ന് തള്ളിയാ പോരാ, നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങൾ ആ ധർമ്മസ്ഥലം ഒന്ന് പോയി സന്ദർശിച്ച് അവിടെ 2-3 വാർത്തകൾ പറയണം. നിങ്ങൾക്ക് ബോധം എന്നുള്ളൊരു സാധനം ഉണ്ടെങ്കിൽ, സ്വബോധത്തിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുന്ന കമന്റിന് താഴ്ത്തു നോക്കിയാൽ മതി. കാര്യം ഒറ്റ ആള് പോലും അതിന് നല്ലതായി പറയുന്നില്ല. വർഷങ്ങളോളമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇത്. അതുകൊണ്ട് SIT രൂപീകരിക്കാൻ കാരണം അത്തരം ഒരു വിഷയം അവിടെ നിലവിലുണ്ട്. അത്തരം കുട്ടികൾ കാണാതാവുന്ന സംഭവങ്ങൾ ധർമ്മസ്ഥലയിൽ ഉണ്ട് എന്നുള്ളതിന്റെ 100% തെളിവോടെയാണ്, അല്ലെങ്കിൽ ഞാനോ മനാഫോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളോ മറ്റുള്ള മാധ്യമങ്ങളോ വാർത്ത ചെയ്താൽ കിട്ടാവുന്ന സാധനമല്ല ഈ SIT എന്നുള്ള സംഭവം. സർക്കാർ ഒരു സംഭവം രൂപീകരിക്കുകയാണ്, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ആക്കുമ്പോൾ അത് കൃത്യമായ രീതിയിലേക്ക് ഈ കേസിനൊരു അറുതി വരണം, ഇത്തരം സംഭവങ്ങൾക്ക് ഒരു അറുതി വരണം എന്ന് വെച്ചാണ്. ഈ വാർത്ത വായിക്കുന്ന മൈനസ് പറയുന്ന മനാഫിനെ കുറ്റം പറയുന്ന ആളുകളൊക്കെ ഈ നിങ്ങളുടെ വാർത്തകളുടെ താഴത്ത് എന്തൊക്കെ കമന്റ് വരുന്നുണ്ട്, എന്താണ് നിങ്ങൾക്ക് സപ്പോർട്ട് ആയിട്ടാണോ എഗെയിൻസ്റ്റ് ആയിട്ടാണോ വരുന്നത്? കുറച്ച് ആളുകൾ ഞാൻ പറഞ്ഞല്ലോ, ദുഷിച്ച മനസ്സിലുള്ള ആളുകളുണ്ട്. അവര് മനാഫിന് എന്ത് കാര്യം എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. മനാഫിന് കാര്യം എന്തെങ്കിലും ഉണ്ടാവട്ടെ, നിങ്ങൾക്ക് മനാഫ് മാറി നിന്നുകളെ ഇവിടെ തന്നെ പ്രസ്താവന ഇടാം, പക്ഷെ നിങ്ങൾ ഇറങ്ങിത്തിരിക്കണം. അതെ, സന്തോഷമുള്ളൂ ആ കാര്യത്തില്. അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് 3 ചെറിയ കുട്ടികളും ഇന്നെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് കുറെ ജോലിക്കാരും ഒക്കെ ഉള്ള ഒരു ബിസിനസ് ചെയ്തും കൊണ്ട് പോകുന്ന ഒരാളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിനേക്കാൾ വലിയ പ്രയോറിറ്റി ഇപ്പം ഈ വിഷയത്തിൽ, സത്യം പറയാലോ, ഞാൻ നല്ലൊരു ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് ദിവസങ്ങളായി, നല്ലൊരു ഉറക്കം ഉറങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി. ഞാനൊരു വിഷയത്തിൽ ഇറങ്ങിയാൽ ഇങ്ങനെയാണ്, അതാണ് പ്രശ്നം. എന്റെ ഫാമിലി എന്താവുകയാണ്, എന്നോട് ഇപ്പൊ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല, വീണ്ടും തുടങ്ങുകയാണ്. ഇത് എനിക്ക് ആവശ്യമില്ലാത്ത വിഷയം. ഇത്
ഒക്കെ ത്യാഗം ചെയ്തും കൊണ്ടാണ് എന്താവുന്നത് മറ്റൊരു വിഷയത്തിൽ മറ്റുള്ളൊരു അമ്മമാരുടെയും ഒരുപാട് എന്താ പറയാ പ്രയാസപ്പെട്ടിരിക്കുന്ന ആളുകളുണ്ട്, ഇവർക്കൊരു നീതി നേടിക്കൊടുക്കുക എന്നുള്ള ഇറങ്ങിയത്. ഇതിന്റെ അട്ടിപ്പേറ അവകാശം എടുത്ത വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് അവർ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ധർമ്മസ്ഥലയിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. വരി, അവിടെ പോയി നിന്നോളി. നിങ്ങളെ ജീവൻ സ്വത്തുനിന്ന് എനിക്ക് എന്തായാലും ഗ്യാരണ്ടി തരാൻ പറ്റൂല, എന്നാലും അവിടെ പോയി നിൽക്കാനുള്ള ബാക്കി എന്തെങ്കിലും സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ഞാൻ. മനാഫ്ക, 4000-ഓളം കുട്ടികളാണ്, പെൺകുട്ടികളാണ് നമ്മളെ കേരളത്തിൽ നിന്ന് മിസ്സായിട്ടുണ്ട്. 4000-ഓളം കഴിഞ്ഞ 9 കൊല്ലം കൊണ്ട്, 1 2 അല്ല, കഴിഞ്ഞ 9 വർഷം കൊണ്ട് 4000-ഓളം കുട്ടികളാണ്. ഇത് കണക്കുകളാണ്. കുട്ടികളാണ് നമ്മളുടെ കേരളത്തിൽ നിന്ന് മിസ്സായിട്ടുള്ളത്. ആർക്കെങ്കിലും ശബ്ദമുയർത്താൻ ധൈര്യമുണ്ടോ? ആ ശബ്ദമുയർത്തുന്നവന് എന്തിന് ഈ ശബ്ദമുയർത്തുന്നു ചോദിക്കാനുള്ള അധികാരം നിങ്ങൾക്ക് എന്താണുള്ളത്? അതായത് നിങ്ങൾക്ക് ചോദിക്കാനുള്ള, മനാഫിനോട് ചോദിക്കാനുള്ള അധികാരം എന്താണത്? ഈ 4000-ഓളം കുട്ടികൾ, പല ആളുകളുടെയും അമ്മമാരും അച്ഛന്മാരും ഇന്ന് കണ്ണീരൊഴുക്കി രാത്രി ഉറക്കം കിട്ടാത്ത രീതിയിൽ കിടന്നുറങ്ങുക. ആ സമയത്ത് ഒരാൾ ശബ്ദമുയർത്തി വരുമ്പോൾ നിങ്ങൾ എന്തിന് ചോദിക്കാൻ വരുന്നു എന്ന് ചോദിക്കാനുള്ള അധികാരം, അല്ലെങ്കിൽ ആ ചോദ്യം ചോദിക്കാനുള്ള ധൈര്യം എവിടുന്നാണ് നിങ്ങൾക്ക് വരുന്നത്? കേരളത്തിലെ കുട്ടികളാണ് മിസ്സായിട്ടുള്ളത്. കർണാടകയിലെ വിഷയം വേറെ മാറി നിൽക്കട്ടെ. കേരളത്തിൽ ഇത്രയും കുട്ടികൾ മിസ്സായിട്ടുണ്ട്. ആരൊക്കെ കൊല്ലപ്പെട്ടുണ്ടാവാം, ആരൊക്കെ ആ മണ്ണിനടിയിൽ ഉണ്ടാവാം എന്ന് കുഴിച്ചു നോക്കട്ടെ, തെളിവെടുക്കട്ടെ എന്നല്ലേ വരേണ്ടത്. ഞാൻ എന്തായാലും പോരാടും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരാൾക്കും വേണ്ടിയിട്ട് ഈ ലോകത്തിന്റെ തലകീയായി മറച്ചവനാണ്. ഇനി ഒരുപാട് ആളുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ചാവണ വരെ മരണം എന്തായാലും ഉണ്ടാവും. ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാവും. അത് ഏത് രൂപത്തിലായാലും കുഴപ്പമില്ല. ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞു, ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, അവരോട് ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. പനി വന്നിട്ടോ ജലദോഷം വന്നിട്ടോ വണ്ടി ആക്സിഡന്റ് ആയിട്ടോ അറ്റാക്ക് വന്നിട്ടോ മരണപ്പെടുന്നതിനെക്കാട്ടും ഏറ്റവും നല്ലത് വല്ലവന്റെ കത്തിക്ക് ഇരയാവണ തന്നെ. അത് അന്തസ്സായ മരണം. എനിക്കത് പ്രശ്നമുള്ളതല്ല. ഞാൻ ഈ സമൂഹത്തിനോട് പറയുന്നത്, പിന്തിരിപ്പിക്കാൻ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ മാധ്യമങ്ങൾ. മനയാന്ന് ഒരു മാധ്യമത്തിൽ ഞാൻ കാണാം, വൺ ഇന്ത്യ മലയാളം. അവന്റെ ഹെഡ്ലൈൻ എന്താ പറയുക, മനാഫിനെ തള്ളി ധർമ്മസ്ഥല ആക്ഷൻ കമ്മിറ്റി. അതായത് ഇവിടുന്ന് പോകുന്ന ആളുകൾക്ക് വളരെ കൃത്യമാണ്, അതിന് കൃത്യമായ രീതിയിലേക്ക് എനിക്കൊരു മറുപടി കൊടുക്കാണ്. എനിക്ക് കന്നഡ അറിയും, മനാഫ്ക്ക് കന്നഡ അറിയും. കന്നഡ ഒഴികെ അറിയാത്ത അവിടെ ആളുകൾ ആര് പോയാലും അവർക്ക് തെറ്റിദ്ധാരണയാണ്, പറയാൻ പറ്റില്ല. മലയാളം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പോലും അവർക്ക് മനസ്സിലാവാത്ത അവസ്ഥയുണ്ട്. അതായത് കന്നഡ എനിക്ക് സംസാരിക്കാൻ അറിയും, ഞങ്ങൾ വളരെ കൃത്യമായി സംസാരിച്ചാണ്, ഞങ്ങൾ അവിടെ അന്ന് ഉണ്ടായിരുന്നതാണ്. അപ്പൊ മനഃപൂർവ്വം കുത്തിത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മറ്റുള്ള ചാനലുകളൊക്കെ ഈ സാധനം നിൽക്കുന്നത്. അതായത് അവരോട് ചോദ്യം, മനാഫ് റോഡ് ഇല്ല എന്നേ പറയുള്ളൂ. മനാഫ് ശരിക്കും കേരള ഘടകവുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ മീഡിയ കോർഡിനേറ്റർ ആണ്. പക്ഷെ ആ സാധനം ചോദിക്കാതെ മനാഫിന് അതുമായിട്ടൊരു ബന്ധമില്ല. 2016 വിളിച്ചില്ലേ, 2016 വിളിച്ച ഒരു പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2012 വിളിച്ചു, 2025 മനാഫ് എൻട്രി ചെയ്യുന്നത്. ആ സാധനം സ്വാഭാവികമായിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മാത്രം പടച്ചു വിടുന്ന ചാനൽ. അതായത് ഞങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഈ അനീഷിനടക്കം ധർമ്മസ്ഥലയിൽ നിന്ന് സ്കൂട്ടാക്കുന്ന സമയത്ത്, അങ്ങനെ വേണം പറയാൻ, അതായത് ഞങ്ങളുടെ ജീവന് വരെ ഭീഷണിയുള്ള സമയത്ത് കൊണ്ടുവരുന്ന സമയത്ത് മുഖ്യമായ ഒരു ചാനൽ, എല്ലാവരും കാണുന്ന ഒരു ചാനലിന്റെ ഒരു റിപ്പോർട്ടർ വിളിച്ചു ചോദിക്കാം മനാഫിന് എന്ത് കാര്യമെന്ന്. മനാഫ് ഒരു ബിസിനസ്സുകാരാണ്, മനാഫിന് എന്താ കാര്യമെന്ന്. ശിരൂർ വിഷയം പോലും അറിയാത്ത രീതിയിലേക്കാണ് സംസാരിക്കുന്നത്. അത് അവരുടെ ഒരു ലേഡിയാണ്. ആ ലേഡിയുടെ വാർത്തകൾ പിന്നെ പുറത്തു വന്നു. നല്ല രീതിയിലേക്ക് ഈ ധർമ്മസ്ഥല എന്ന് പറയുന്ന സ്ഥലത്തെ വെള്ളപൂശിയാണ് വന്നത്. അതിൽ നിന്ന് പ്രത്യേകം റിപ്പോർട്ട് പറയുന്നുണ്ട്. അതായത് പല ആളുകളും അവിടെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി വരുന്നു എന്നാണ് പറയുന്നത്. അതായത് മനസ്സിലാക്കണം, നമ്മൾ ഒരാൾക്ക് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ അത് വല്ലാത്ത രീതിയിലേക്ക് ഒരു സംഭവമാണ്. അപ്പോൾ അത്തരം രീതിയിലേക്ക് കൗൺസിലിംഗ് കൊടുക്കുന്നതിന് പകരം ഇത്തരം രീതിയിലേക്ക് പോയി ആത്മഹത്യ ചെയ്യാണോ ചെയ്യേണ്ടത്? അപ്പോൾ ഇതൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാലും പ്രത്യേകിച്ച് നിങ്ങൾ ആക്രമിക്കുന്ന ആളുകളൊക്കെ ആക്രമിക്കുക, അത് വളരെ നല്ല രീതിയിലേക്ക് ചെയ്യാം. സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ നല്ല രീതിയിൽ ചെയ്യാം. നമ്മളുടെ അച്ഛനമ്മമാർ കുറെ ആളുകൾ എന്താണ് കണ്ണീരോടെ ഇരിക്കുന്നുണ്ട്. അത് ഉറപ്പിച്ചോളൂ നിങ്ങൾ. 4000 കുട്ടികൾ മിസ്സായിട്ട് 4000 സ്ഥലത്തും 4000 സ്ഥലങ്ങളാണ്. 4000 കുട്ടികൾ ഒരു ഏരിയയിൽ നിന്ന് മിസ്സായി കഴിഞ്ഞാലുള്ള വിഷയമല്ല. 4000 സ്ഥലത്ത് ഉണ്ടാവുമ്പോ അവരൊക്കെ വലിയ രീതിയിലേക്ക് അവരെല്ലാം ഒരു സ്ഥലത്ത് കിട്ടുന്നൊന്നും ഒരു ഇതില്ല. അവർ നഷ്ടപ്പെട്ടിരിക്കണ്. പല കഥകളും ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഒരുപാട് ആളുകൾ വരേണ്ടതുണ്ട്. ഞാൻ ഇതിൽ നിന്ന് പിന്മാറണമെങ്കിൽ ഇനി മുതൽക്ക് ഞാൻ ഇതിലേക്ക് വരുന്നില്ല, പിന്മാറാൻ തയ്യാറാണ്. മറ്റുള്ളവർ പോയിട്ട് കാര്യങ്ങൾ അന്വേഷിക്കുക, അവർ ചെയ്യുക, അതേ പറയാനുള്ളൂ. ഞങ്ങൾക്കും കുടുംബമുണ്ട്, കുട്ടികളുണ്ട്, കച്ചവടമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ സാമൂഹ്യ പ്രവർത്തനം തന്നെ അത് ബ്ലഡിൽ അലിഞ്ഞതാണ്. മറ്റുള്ളവർ സഹായം ചോദിച്ചാൽ സഹായം ചെയ്യാതെ പിന്മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ബ്ലഡിൽ ഇല്ലാത്ത കാര്യമല്ല. ഞാൻ എപ്പോഴും ഞങ്ങൾ പല സ്ഥലത്തേക്കും യാത്ര ചെയ്യുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കും. ഒരു അമ്മ വിളിച്ചു പറയുകയാണെങ്കിൽ അമ്മയുടെ വിഷമങ്ങൾ കേൾക്കും. ഒരമ്മ വിളിച്ചു പറയുകയാണെങ്കിൽ എനിക്ക് അപവില്ല എന്നൊക്കെ വന്നോ, ഞാൻ അറേഞ്ച് ചെയ്യാന്ന് പറയും. അത്തരം ഇതിലേക്ക് കുറച്ച് ആളുകളെ ഇവർ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ. അതായത് കിഡ്നി രോഗികളായ സുഖമില്ലാത്ത ആളുകളൊക്കെ മനാഫ്ക നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് അറിയാത്ത വിഷയം ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ അത്തരം രീതിയിലേക്ക് നിങ്ങൾ അവരെ ഒന്നും ഞങ്ങൾ സമൂഹ മാധ്യമങ്ങളിലേക്കോ ഒരു കൈ കൊടുക്കുന്നത് മറ്റു കൈ അറിയരുത് എന്നുള്ള രീതിയിലേക്കാണ് പ്രവർത്തിക്കുന്നത്.
അപ്പോൾ അത്തരം രീതിയിലേക്ക് ആളുകൾ നോക്കുന്നുണ്ട്, പല ആളുകൾക്കും തണലായി നിന്നുണ്ട്. ഈ ഒരു അർജുൻ വിഷയം വന്നപ്പോഴല്ല, അതിന് മുമ്പ് തന്നെ നല്ല പ്രവൃത്തികളൊക്കെ ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊന്നും ജനങ്ങൾ അറിയിക്കണം എന്നുണ്ടായിട്ടല്ല പറയുന്നത്. ഇദ്ദേഹത്തിന് ആരും മലേഷ്യയില് അറിയാലോ, മലേഷ്യയിൽ വലിയ രീതിയിലേക്ക് ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ട്. മലേഷ്യയിൽ ഇദ്ദേഹത്തിന്റെ ഹോട്ടലിൽ എഴുതി വെച്ച സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, അത് ഞാൻ പറയാണ്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഹോട്ടലിൽ എഴുതി വെച്ച സംഭവം എന്ന് വെച്ചാൽ, പണമില്ലാത്തവൻ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാം, വയറ് നിറയാനാണ് കൊടുക്കണം. അങ്ങനെ ഒരു കൺട്രിയിൽ എഴുതി വെച്ചത് വളരെ ദുർലഭമായിരിക്കും. അല്ല, ആ രാജ്യത്ത് ആദ്യമായിട്ടാണ് അങ്ങനെ എഴുതി വെച്ചത്. മലേഷ്യനെ അറിയുന്ന ആളുകൾക്ക് അറിയാം അങ്ങനെ എഴുതി വെച്ചാൽ വലിയ ബുദ്ധിമുട്ടാണെന്നുള്ളത്. പക്ഷെ എന്റെ എല്ലാ ബ്രാഞ്ചിലും ഞാൻ കൗണ്ടറിൽ തന്നെ എഴുതി വെച്ചിരിക്കണ്, ഇത് 2016 എന്തോ മല്ലു ട്രാവലർ ചെയ്തിട്ടുണ്ട്. അത് ഇതിന്റെ പിന്നില് നമുക്ക് പിൻ ചെയ്ത് വെക്കാം, അപ്പൊ കാണാലോ. അപ്പൊ ഇത്തരം ചെയ്യാൻ മനസ്സുള്ളവന് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കും. കഷ്ടകാലത്തിന് ഞാൻ ആ അർജുന്റെ വിഷയത്തിൽ ഞാനൊന്ന് ഫേമസ് ആയിപ്പോയി, അല്ലെങ്കിൽ ഞാൻ ഈ പ്രവർത്തികൾ ചെയ്തുകൊണ്ടേ പോയിക്കൊണ്ടിരിക്കൂ. ഞാൻ ഇതിന്റെ മാധ്യമ ശ്രദ്ധ കിട്ടണമെന്നോ ഒന്നും ഉള്ളതല്ല. ഇത് ഞാൻ പറയാൻ കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വിഷയം ABC പറയണ കേട്ട് കഴിഞ്ഞ മയക്ക് മുളച്ച കൂണല്ല ഞാൻ. അതെ, ഞാൻ ഇവരോടൊക്കെ ഈ സ്റ്റുഡിയോയിൽ ഇരുന്നിട്ട് തള്ളുന്നതിന് പകരം ആ ധർമ്മസ്ഥലയെ വന്നിട്ട് നമുക്കൊന്ന് ഒന്ന് വെല്ലുവിളിച്ചേക്കാം. സംഭവം അവിടെ വന്നിട്ട് അത് ചെയ്ത് കഴിഞ്ഞാൽ അപ്പിടും. നിങ്ങളൊക്കെ ധർമ്മസ്ഥല വന്നിട്ട് സ്റ്റുഡിയോക്കുള്ളിൽ നിന്ന് തള്ളുന്നതിന് പകരം ധർമ്മസ്ഥല വന്നിട്ട് തള്ളു. എന്താ വെച്ച് കഴിഞ്ഞാൽ, ആളുകൾ നിങ്ങൾ ഒന്നുമില്ലെങ്കിൽ താഴ്ത്തു വരുന്ന കമന്റെങ്കിലും ശ്രദ്ധിക്കണ്ടേ. അവിടെ സംഭവം സംഭവിച്ചതാണ് സുഹൃത്തുക്കളെ, അല്ലെങ്കിൽ ഈ വാർത്ത വായിക്കുന്ന ആളാണെങ്കിൽ മറ്റുള്ള ആളാണെങ്കിലും ഒക്കെ അവിടെ സംഭവം സംഭവിച്ചതാണ്. അതിനാണ് SIT രൂപീകരിച്ചിരുന്നത്. ഈ മനാഫ് അതിൽ നിന്ന് മാറിയതുകൊണ്ട് SIT പിൻവലിക്കൊന്നുമില്ല. SIT നിങ്ങൾക്ക് അത്രയേറെ നല്ല രീതിയിലേക്ക് അവരെ സപ്പോർട്ട് ചെയ്യണം തോന്നുവാണെങ്കിൽ ഈ പാവപ്പെട്ട 4000-ൽ അപ്പുറത്തേക്ക് വരില്ലല്ലോ അല്ലെ. 4000 പെൺകുട്ടികളാണ് മിസ്സായിട്ടുള്ളത്. അപ്പൊ അത്രത്തോളം വരില്ലല്ലോ. ഒരുപാട് പെൺകുട്ടികൾ കേരളത്തിൽ നിന്ന് മിസ്സായിട്ടുണ്ട്. 100% നിങ്ങൾ അങ്ങനെ അത്തരം രീതിയിലേക്ക് അന്വേഷണം നടത്തി വാർത്ത ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഇപ്പോഴും ഈ വിഷയത്തിൽ എനിക്ക് പ്രത്യേകിച്ച് ഒരു ചാനലിനെതിരെ വാർത്ത ചെയ്യാത്തതാണ്, ഒരു ചാനലിനോടും വിഷമമില്ലാത്തതാണ്. പക്ഷെ കാര്യങ്ങൾ പഠിച്ചു വേണം ചെയ്യാൻ. ഇത് ആളുകൾക്ക് നീതി കിട്ടുന്ന രീതിയിലേക്ക് വേണം ചാനലിന്റെ പ്രവർത്തനം. അതായത് ജനങ്ങൾക്ക് അപ്പുറത്തേക്ക് മറ്റുള്ള നിയമ സംവിധാനത്തിന് അപ്പുറത്തേക്ക് ജനങ്ങളുടെ വാക്കുകൾക്കാണ് വാല്യൂ കൽപ്പിക്കേണ്ടത്. ജനങ്ങളോട് ഒരു പ്രതിബദ്ധതയുണ്ടാവും ചാനലുകൾക്ക്. ഞാൻ ഇതേ വിഷയം തന്നെ ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിനെ എടുത്തിട്ട് പറയല്ല. ഈ വിഷയത്തിൽ എത്ര രാഷ്ട്രീയ നേതാക്കന്മാർ ഇവിടെ ഇറങ്ങിയിട്ട് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്ത് ഏകദേശം കേരളത്തിൽ ഇപ്പൊ ഇത് ഒരു വലിയൊരു കത്തിപ്പടർന്നിട്ട് 10 ദിവസങ്ങളായി. ഈ 10 ദിവസത്തിന്റെ ഇടയിൽ ഒരു നേതാവ് വന്നിട്ട് ഈ വിഷയത്തെ അഡ്രസ് ചെയ്ത് പൊതുമധ്യത്തിലേക്ക് കൊണ്ടുവന്ന് ഇതിനൊരു നീതി നടപ്പാക്കിയിട്ട് ഇന്നിപ്പോ കേരളത്തിൽ ഇപ്പൊ അറ്റ്ലീസ്റ്റ് 4 മലയാളികൾ ഇതിന് ഇരയാക്കപ്പെട്ട കേസുകൾ വന്നിട്ടുണ്ട്. ഞങ്ങളെ ചാനലിൽ തന്നെ 3 മലയാളികളെ വിഷയങ്ങൾ ഇട്ടിട്ടുണ്ട്. ഈ 3 മലയാളികളെ തോളോട് തോൾ ചേർന്നിട്ട് അവർക്ക് എന്താണ് ഈ സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുക. ഒരൊറ്റ നേതാവ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു രാഷ്ട്രീയ നേതാവിനെയും കുറ്റം പറയല്ല, രാഷ്ട്രീയ പാർട്ടിനെയും കുറ്റം പറയില്ല. പക്ഷേ മനസ്സിലാക്കേണ്ടതുണ്ട്, നമ്മൾ വെറും എന്താ പറഞ്ഞ ഒരു ഇലക്ഷനിൽ വന്ന് പ്രസംഗിക്കുന്ന ഒരു ജീവി മാത്രമായി പോയത് രാഷ്ട്രീയ നേതാക്കന്മാര്, രാഷ്ട്രീയ പാർട്ടികളും. ഇങ്ങനത്തെ വിഷയത്തിൽ ഇത് ഗൗരവമേറിയ വിഷയമാണ്. ഇതിനെതിരെ എന്താക്കണം, ജനങ്ങളെ കൂടെ നിന്ന് ശബ്ദിക്കാൻ കഴിയുന്നവനാവണം, അല്ലെങ്കിൽ ഈ പണി നിർത്തി വീട്ടിൽ പോയി. തീർച്ചയായും ഇത്തരം സംഭവങ്ങളിൽ ശരിക്കും ഇരയായപ്പെട്ട ആളുകൾ തുറന്നു പറയാണ്. ആ സമയത്തെങ്കിലും ജനപ്രതിനിധികൾ ശരിക്കും അവിടെ വന്ന് നിങ്ങൾക്ക് എന്താണ് പ്രശ്നം, ഞങ്ങളെ കൊണ്ട് എന്താണ് വേണ്ടത് എന്ന് സംസാരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്ന കാര്യം. കേരളത്തിൽ നിന്ന് ഇത്രയേറെ കുട്ടികൾ മിസ്സായതിലേക്ക് 100% പിന്നാലെ പ്രവർത്തിച്ചിരുന്നു കാര്യം. ഒരാൾക്കെങ്കിലും നീതി കിട്ടാൻ കഴിയുമെങ്കിൽ കേരളത്തിന് ഒറ്റക്കെട്ടാണ് എന്ന് പറയുന്ന രീതിയിലേക്കുള്ള ഒരു അർത്ഥം ഉണ്ടാവുന്നതാണ്. ബാബു, എന്തുകൊണ്ട് ഞാൻ ഈ വിഷയം പറഞ്ഞെന്ന് വെച്ചാൽ, എനിക്കൊരു എന്താ പറഞ്ഞു, ഞാനൊരു PV അൻവറിന്റെ കൂടെ ഒരു ഇലക്ഷന് അദ്ദേഹത്തിന് ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ സപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ്. എനിക്കൊരു രാഷ്ട്രീയ ബാക്ക്ഗ്രൗണ്ട് ഇല്ല. എനിക്കൊരു രാഷ്ട്രീയ എന്താ പറയുക, ഒരു രാഷ്ട്രീയക്കാരന് കുറെ അണികളും സപ്പോർട്ടും കാര്യങ്ങളും ഇതൊന്നും ഇല്ലാതെ നടക്കുന്ന ഒരു ആളാണ്. എന്റെ ജീവന് ഭീഷണി ഉണ്ടായിട്ട് പോലും ഏത് നിമിഷവും അക്രമം പ്രതീക്ഷിച്ചും കൊണ്ട് നിൽക്കണം ഞാൻ. ഇത്ര സംസാരിക്കുന്നുണ്ടെങ്കിൽ എല്ലാ അണികളും വാഹന സൗകര്യങ്ങളും എല്ലാ സംവിധാനങ്ങളും എങ്ങനെ സംസാരിക്കണം വരും. തീർച്ചയായും. അപ്പോ എന്തായാലും ഇതിന്റെ പിന്നിൽ നിങ്ങളൊക്കെ പ്രവർത്തിക്കണമെന്നാണ് പറയുന്നത്. ആരെയും വിമർശിക്കുന്നതല്ല. പക്ഷെ 100% ഇദ്ദേഹം PV അൻവറിനെ ആ ഇലക്ഷൻ സമയത്ത് സപ്പോർട്ട് ചെയ്ത് ആ കൂടെ ഒരു MLA ആണ്, നീ ചെയ്തത് ശരിയാണ്, എന്റെ സപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് അല്ലെ. അതെ, അതിനുശേഷം പല ആളുകളൊക്കെ ചെയ്തു എന്നാണ് പറയുന്നത്. പക്ഷേ അദ്ദേഹത്തോട് വൈകാരികം എന്നുണ്ട്. കാര്യം വിളിച്ചന്വേഷിക്കുകയും ഞങ്ങൾ കൂടെ ഉണ്ട് എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനത്തിലാണ്, അല്ലാതെ ഇദ്ദേഹത്തിന് രാഷ്ട്രീയപരമായിട്ടൊന്നുമില്ല. അപ്പൊ എന്തായാലും നന്ദി, നമസ്കാരം.
ശബ്ദിച്ചുകൊണ്ടേയിരിക്കും. ആ ശബ്ദം അടച്ചമർത്താൻ വേണ്ടി പല പല തരത്തിൽ ശ്രമിച്ചാലും അടങ്ങാത്ത ജലസുകളുള്ള ആളുകളാണ് നമ്മളൊക്കെ. ഒരു കാരണവശാലും നിങ്ങൾ ശബ്ദിച്ചോ, നിങ്ങൾ വർഗീയമായി ചിത്രീകരിച്ചോ, നിങ്ങൾ പേഴ്സണലായിട്ട് കുടുംബപരമായിട്ട് ആക്രമിച്ചോ, ഒരു പ്രശ്നവുമില്ല. ഒരു ധൈര്യസമേതം ഒരു മനാഫ് കൊല്ലപ്പെട്ട ഇനി 100 മനാഫുകൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഒരു കാരണവശാലും നിങ്ങൾ വിചാരിക്കേണ്ട ചടപ്പിക്കാമെന്നോ അല്ലെങ്കിൽ പിന്തിരിപ്പിക്കാമെന്നോ നിങ്ങളല്ല ആര് വിചാരിച്ചാലും നടക്കൂല. അത് അങ്ങനെയാണ്. നന്ദി, നമസ്കാരം.